ഹലോ ഗൈസ്, ഇപ്പോൾ ഞാൻ എന്താ ഒരു മാങ്ങ കഥയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എവിടെ നോക്കിയാലും മാങ്ങയാണല്ലേ, ഇപ്പോൾ ഒരു മാങ്ങ സീസണാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടെയും ഒത്തിരി മാങ്ങകളുണ്ട്, പല വെറൈറ്റി മാങ്ങകളുണ്ട്. ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് പല വെറൈറ്റീസുള്ള മാങ്ങകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ അതിലൊരു മാവിൻ്റെ മാങ്ങ കഥയായിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങനെ സാരഥിമോൻ മാവിൻ്റെ കമ്പത്ത് കയറിയിട്ട് ഏറെക്കുറെയുള്ള മാങ്ങകളൊക്കെ പറിച്ച് താത്തോട്ട് ഇടുകയാണ്. നമ്മുടെ ചുണ്ടല് താഴത്ത് തന്നെ ഉണ്ട്, കണ്ടില്ലേ മാങ്ങയുടെ പരിവ്. അണ്ണാൻ തിന്നോ ഇതുപോലെ എത്രക്ക് വൃത്തിയായിട്ട് അങ്ങോട്ട് കൊച്ചു മാങ്ങ കഴിച്ചിരിക്കണം നോക്ക്. ആമിക്ക് മാങ്കോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ വാട്ടർ മെലനും ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെയാണ് ആൾക്ക് ഇഷ്ടം, അല്ലാണ്ട് അരിവെള്ള ആഹാരങ്ങളൊന്നും ആൾ കഴിക്കത്തില്ല, ഫ്രൂട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ മാങ്കോ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞെന്നാൽ പറിച്ചിട്ട് കുറച്ച് നമുക്ക് പഠിപ്പിക്കാൻ വയ്ക്കാം, അപ്പോൾ അവൾക്കാണെങ്കിലും ഇടയ്ക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം പുറത്തുനിന്നുള്ളതൊക്കെ നമുക്ക് വിശ്വസിച്ച് ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണല്ലോ, വിഷം അടിച്ചിട്ടൊക്കെ വരുന്നത് കൊണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ടും പഠിപ്പിച്ച് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് മക്കൾക്ക് കൊടുക്കാമല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാ പിള്ളേരും ഉണ്ട്. അവർക്കാണെങ്കിലും എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കൗതുകമുള്ള കാര്യമില്ല, ഇങ്ങനെ മാങ്ങ പറിക്കുന്നത്, മാവേ കയറുന്നതൊക്കെ. അതുപോലെ തന്നെ അവർക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാ പിള്ളേരും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന്മാരെ കൂടിയിട്ടാട്ടോ മാങ്ങയൊക്കെ പറിച്ച് നമ്മൾക്ക് സെറ്റാക്കി തരുന്നത്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് അവന്മാർക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തോട്ടി വാങ്ങിയിട്ട് 2 മാങ്ങ പറിക്കാൻ നോക്കിയിട്ടാ. ആകപ്പാടെ 2 തന്നെ പറിച്ചുള്ളൂ. പറിച്ചതിൻ്റെ ഒരത്തിന് എന്നെ വന്ന് വീണു ഗൈസ്. കാണാൻ 2 കുണക്കാച്ചി വാങ്ങിയാണെങ്കിലും അത്ര മേളിൽ നിന്ന് വന്ന് വീണ കൊണ്ടാന്ന് തോന്നുന്നു. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു, ഓരോരുത്തരും നന്നായിട്ട് എനിക്ക് വേദന എടുത്തുട്ടാ. അങ്ങനെ നമ്മളുടെ പിള്ളേർ സെറ്റ് നമ്മുടെ വാനരന്മാരെ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മളിതാ മരത്തിൽ കയറിയിട്ട് ഏറെക്കുറെയുള്ള മാങ്ങകളൊക്കെ പറിച്ചിടുകയാണ്. അങ്ങനെ മാങ്ങയൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് എല്ലാം താഴ്ത്തിറങ്ങി പഴുത്ത് നോക്കിയിട്ട് എല്ലാവരും ഒരേന്നെ വെച്ചിട്ട് അവരവരുടെ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ചെനച്ചതൊക്കെ എടുത്തിട്ട് സെപ്പറേറ്റ് ഞങ്ങൾ ചാക്കിലും ബക്കറ്റിലൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നല്ലൊരു പഴുത്ത മാങ്ങ നോക്കി ഞാൻ സാരഥിയും തട്ടിപ്പറിച്ച് വാങ്ങിയാനായിട്ട് അങ്ങനെ കൈയൊക്കെ കാണിച്ച് അടിപൊളിയെന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ ഉണ്ടല്ലോ 2 എണ്ണം കടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപുഴു, അതിനകത്ത് മുഴുവൻ പുഴുവായിരുന്നു ഗൈസ്. അതിൽ പകുതിയേറെ ഞാൻ തിന്നു കഴിഞ്ഞപ്പോഴാണ് നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയതിൽ പുഴുവുണ്ടായിരുന്നു എന്ന്. പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, പിന്നെ കുറെ തത്വങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്ന പോലെ തന്നെ കുഞ്ഞു പുഴുവല്ലേ, മാങ്ങലുണ്ടാവുന്ന പുഴു കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ എടുക്കുന്നതിനും തടി തപ്പി. പക്ഷേ ചാകോ ഇല്ലയോ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയാമല്ല ഗൈസ്, നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടും. അങ്ങനെ തെക്ക് വശത്തുള്ള മാങ്ങയുടെ പരാക്രമങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അടുക്കടപ്പുറത്തുള്ള ഒരു മാവിലോട്ടാട്ടോ ഇവന്മാർ വന്ന് കയറിയത്. അതിലും ഒത്തിരി മാങ്ങ ചനച്ച് കിടപ്പുണ്ടായിരുന്നു. നേരത്തെ പുഴു കിട്ടിയതുകൊണ്ട് ഈ പ്രശ്നം പൂളിയാണ് കഴിച്ചത് ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞ് മാങ്ങ മൊത്തം കഴിച്ചു. മാങ്ങാണ്ടിക്കാട്ടോ അവളിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവന്മാർ പോയി സന്ധ്യയായിട്ട്. ഇന്നത്തെ ദിവസം ആമി ഉറങ്ങിയിട്ടേ ഇല്ല. ആമി ഉറക്കം തൂങ്ങിയപ്പോഴും മാങ്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ല, ഉറക്കം തൂങ്ങി വീഴാൻ പോവാണ് കുട്ടി. എന്നാൽ ഉറക്കത്തിന്റെ വേളയിൽ, ഉറക്കത്തിലോട്ട് വഴുതി വീഴുന്ന വേളയിൽ മാങ്കയോടുള്ള പ്രണയമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, എത്ര ഉറക്കമാണെങ്കിലും ആ മാങ്ങ മുഴുവൻ ഇരുന്നവൾ കഴിച്ചു കേട്ടാ. അങ്ങനെ ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങളുടെ ഇപ്പോഴത്തെ മാങ്ങയുടെ കഥകളൊക്കെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കണ്ടന്റ് വീണ്ടും വരാതെ വരിക്കും. ടാറ്റാ.